ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ അരിച്ചാക്ക് വെച്ച് ഒരു കിഡിലൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്താലോ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പല വലുപ്പങ്ങളിലുള്ള 4 സ്ക്വയർ പീസുകൾ നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഓരോ പീസുകളും ഇതുപോലെ മടക്കി കൊടുത്ത് ഫ്ലവറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പ്ലാസ്റ്റിക്കിന്റെ ഈ അരിച്ചാക്ക് വെച്ച് നമ്മളിന്ന് ആമ്പൽ പൂക്കളാണ് ചെയ്തെടുക്കുന്നത്. എല്ലാ പീസുകളും നമ്മൾ ഫ്ലവറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇതളുകളുടെ ഇടയിലൂടെ ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മളതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. എല്ലാ പൂക്കളും ഇതുപോലെ ചെയ്തെടുക്കണം. വീണ്ടും നമ്മൾ ഇവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇതിൽ നിന്ന് നമുക്ക് ഇലയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഇല കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ വെയിൻസിന്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ മടക്കി കൊടുത്തു. ഇനി നമുക്ക് ആ മടക്കിലൂടെ എല്ലാം ഒന്ന് ഉരുക്കി കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പൂക്കളുടെയും ഇതളുകൾ ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കണം. അരിച്ചാക്ക് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ഈ 4 പൂക്കളും ഇതുപോലെ വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മൾ കെട്ടുകമ്പിയിൽ നിന്ന് വലിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു. അത് നമ്മളൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ അതൊന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. യെല്ലോ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മടക്കി കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ മടക്കി എടുത്തിട്ടുള്ള ഭാഗം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് കെട്ടുകമ്പിയിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്തെടുക്കുന്നത് നമുക്ക് ഫ്ലവറിന്റെ നടുക്കായിട്ട് വെച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മളത് ഫ്ലവറിന്റെ നടുക്കായിട്ട് വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ വിടർത്തി കൊടുക്കുന്നുണ്ട്. ഫ്ലവറിന്റെ താഴെ വെച്ച് കൊടുക്കാനുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. വേറെ 2 ഇലകൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്ലവറിന്റെ തണ്ടായി വെച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഫ്ലവറിന്റെ താഴെ വെച്ച് കൊടുക്കാനുള്ളതിലും ഇലകളിലും എല്ലാം പെയിന്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇലയുടെ അടിയിലും നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവറിന്റെ താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുത്തത് തണ്ടിലേക്കൊന്ന് വെച്ചു കൊടുക്കുകയാണ്. ഇലയിലും നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുത്തത് ഒട്ടിച്ചെടുക്കണം. ഇലയുടെ തണ്ടിനകത്തേക്ക് നമ്മൾ കെട്ടുകമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ടുകൾക്കെല്ലാം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റ് 2 ഇലകൾക്കും നമ്മൾ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. ഫ്ലവറും നമ്മൾ വേറെ 2 എണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. പൂക്കൾ നമ്മൾ ഇതിനകത്തേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഈ ലൈസും കൂടെ നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തു. പൂക്കളും ഇലകളും എല്ലാം നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുത്തു. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ വൂളൻ ത്രെഡും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്ലവർ കണ്ടാൽ ആരെങ്കിലും പറയോ ഇത് അരിച്ചാക്കാണെന്ന്? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോവരുതേ.